ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അല്പം കറിവേപ്പിലയും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവയെല്ലാം ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വഴറ്റിയതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി വേവായി കഴിഞ്ഞ് മുകൾ ഭാഗത്ത് ഒരല്പം ഓയിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കറിയൊന്നും വേണ്ട, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.